നമ്മുടെ വീട്ടിൽ രാവിലെ ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം കോമൺ ആണല്ലേ, ഇഡലി. ചിലർക്കത് കേൾക്കുമ്പോൾ സന്തോഷം, ചിലർക്കാണെങ്കിൽ അയ്യോ വീണ്ടും ഇഡലിയോ എന്ന ഫീലും വരും. പക്ഷേ ഒരു കാര്യം പറയാം, ഈ സാധു ഇഡലിയുടെ ചരിത്രം കേട്ടാൽ നിങ്ങളൊന്ന് ഞെട്ടും. ഇന്ന് നമ്മൾ കാണുന്ന പോലെ വെളുത്ത് മൃദുവായി ചമ്മന്തിയിലും സാമ്പാറിലും മുങ്ങിക്കുളിച്ച് വരുന്ന ഇഡലി ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഇഡലി ഇന്നത്തെ ഇഡലിയുടെ ഒരു പഴയ വേർഷനായിരുന്നു എന്ന് പറയാം. അന്നൊക്കെ പ്രധാനമായും ഉഴുന്നുപയോഗിച്ചാണ് അത് തയ്യാറാക്കിയിരുന്നത്. അരി ചേർക്കുന്ന രീതി പിന്നീട് വന്നതാണ്. ഇനി കഥയിലെ ട്വിസ്റ്റ് കേൾക്കൂ. ചില ചരിത്രകാരന്മാർ പറയുന്നത് ഇഡലിയുടെ ആശയം ഇന്തോനേഷ്യയിൽ നിന്നാകാം ഇന്ത്യയിലെത്തിയത് എന്നാണ്. കാരണം അവിടെയും പുളിപ്പിച്ച ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്ന പഴയ രീതികൾ ഉണ്ടായിരുന്നത്രേ. പക്ഷേ അതിൻ്റെ പേരിൽ നാളെ മുതൽ ഇഡലി ഇന്ത്യൻ അല്ല എന്ന് പറഞ്ഞ് ആരും തർക്കിക്കാൻ പോകരുത് കേട്ടോ. കാരണം ഇതിനെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ ഇന്നും ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും പിന്നീട് ദക്ഷിണേന്ത്യയിൽ ഇഡലി വലിയ മാറ്റങ്ങൾ കണ്ടു. അരിയും ഉഴുന്നും ചേർത്ത് പുളിപ്പിച്ച് ആവിയിൽ വേവിക്കുന്ന രീതി പ്രചാരത്തിലായി. അങ്ങനെ ജനിച്ചതാണ് ഇന്ന് നമ്മൾ സ്നേഹിക്കുന്ന ആ സോഫ്റ്റ് ഇഡലി. അതായത് രാവിലെ 2 ഇഡലി കഴിച്ച് ജോലിക്ക് പോകുന്ന നമ്മൾ യഥാർത്ഥത്തിൽ 1000 വർഷം പഴക്കമുള്ള ഒരു ചരിത്രമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് അടുത്ത തവണ ഇഡലി പ്ലേറ്റിൽ വരുമ്പോൾ ഇത് വെറും ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഒരു ചരിത്ര സംഭവമാണ് എന്ന് ഓർത്താൽ മതി. ഇഡലിയെ ഇനി ഒരിക്കലും സാധാരണ ഇഡലിയായി കാണാൻ പറ്റില്ലല്ലേ.